3 ദിവസമായി തുടരുന്ന IT റെയ്ഡിനകത്ത് കടുത്ത സമ്മർദ്ദം ഇദ്ദേഹം അനുഭവിച്ചിരുന്നു സാധാരണ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ സമ്മർദ്ദം അനുഭവിച്ചു നമ്മളെങ്ങനെ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുകയെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ നിലയ്ക്ക് വിവേചനത്തോടെ ആളുകളെ സമീപിക്കുക, ഭരിക്കുന്ന പാർട്ടിയുടെ ഫ്രണ്ട്സിനെ ഒന്നും തൊടാതിരിക്കുകയും മറ്റുള്ളവരെ വേട്ടയാടി പിടിക്കുകയും ചെയ്യുക, ഒന്നുകിൽ അവരിൽ നിന്ന് സാമ്പത്തിക സഹായം ഈടാക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരെ പാർട്ടിയുടെ ഭാഗമാക്കുക പോലെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യത തകർന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഏജൻസികളാണ്. ഏതൊക്കെയാണ്? ED യും IT ഡിപ്പാർട്ട്മെൻറ്റും. അവർ പണിയെടുക്കുന്ന മുഴുവൻ ആർക്ക് വേണ്ടിയാണ്? BJPയുടെ രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടാനാണ്, അവരെ ബുദ്ധിമുട്ടിക്കാനാണ് എന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ നിരന്തരമായ ഇവൻസിലൂടെ നമുക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് സതുദ്ദേശത്തോടെയാണ് ഈ സംഘം അവിടെ പോയി പെരുമാറിയെന്ന് വിചാരിക്കാൻ തൽക്കാലം നമ്മുടെ മുമ്പിൽ നിവൃത്തിയൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ CJ റോയിയെ കാണാനും അദ്ദേഹത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അദ്ദേഹത്തെ പിടിക്കാനും പോയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ താല്പര്യമാണോ അതോ ഉദ്യോഗസ്ഥരുടെ താല്പര്യമാണോ നമുക്കറിയില്ല. ഉദ്യോഗസ്ഥരും ഞാൻ പറയട്ടെ, ഇപ്പം ഈ അരുൺ ഇപ്പോൾ ഒരു EDയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് എന്ന് കരുതുക. അപ്പോൾ രാഷ്ട്ര സേവനം, നിയമപരമായിട്ടുള്ള സംഗതികൾ ചെയ്യൽ, ഇതൊക്കെ ആഗ്രഹിച്ചാണ് ED ചെല്ലുന്നത്. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായി മനസ്സിലാക്കുന്നു, എൻ്റെ പണി എന്ന് പറഞ്ഞാൽ മോദിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വേട്ടയാടുന്ന ഒരു വേട്ടനായയാണ് ഞാൻ. എനിക്ക് നിയമമൊന്നും നോക്കിയൊന്നും ചെയ്യാനൊന്നുമില്ല. നിയമപരമായിട്ടാണ് എനിക്ക് അംബാനിയുടെ വീട്ടിൽ പോകണം, അദാനിയുടെ വീട്ടിൽ പോകണം, ജിൻഡാൽ ഗ്രൂപ്പിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് മറ്റ് പല സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങാനുണ്ട്. അവിടെയൊന്നും എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് കയറാൻ പറ്റുന്നത് മുഴുവൻ എവിടെയാണ്? സാബു ജാക്കബിൻ്റെ വീട്ടിൽ കയറാം. പക്ഷേ അപ്പോൾ സാബു ജാക്കബ് പെട്ടെന്ന് എന്ത് ചെയ്തു? ദേശീയതയിലേക്ക് കടന്നു വന്നാൽ പിന്നെ സാബുവിനെ തൊടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതിന് പുറത്തു പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി പോകും, അല്ലെങ്കിൽ നിങ്ങളും കറപ്റ്റഡ് ആവും. അതെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഞങ്ങളെ വെച്ച് കളിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊരു കളി കളിച്ചുകൂടെ എന്ന് ചിന്തിച്ചുകൂടെ? 2015 മുതലുള്ള IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവാദങ്ങളുടെ കഥ നിങ്ങൾ സെർച്ച് നോക്കി കാണാൻ പറ്റും. എത്ര ഓഫീസർമാർ അറസ്റ്റിലായിട്ടുണ്ട്, എത്ര അഴിമതി ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. വൻകിടക്കാരെ കിട്ടിയാൽ രാഷ്ട്രീയ യജമാന്മാർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒരു പ്ലേ എടുക്കാമെന്ന് അവർക്ക് തോന്നാം, സമ്മർദ്ദം ഉണ്ടാക്കാം, പൈസയ്ക്ക് വേണ്ടി വാദിക്കാം. ആരെയും പിടിക്കാൻ ഏജൻസികൾക്ക് പറ്റും. ഒന്നാമത്തെ കാര്യം, EDയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട, ED ഒരു പല്ലും നഖമുള്ള ഏജൻസിയാണ്. പരിധി വിട്ട് പെരുമാറാൻ കഴിയുന്ന തരത്തിൽ വിചിത്രമായ നിയമാധികാരങ്ങളുള്ള ഒരു സ്ഥാപനമാണ് ED. ഈ മോദി സർക്കാർ വന്നതിന് ശേഷം അമെൻഡ് ചെയ്തിട്ടുള്ള PMLA നമുക്കറിയാം, ഗുരുതര സ്വഭാവമുള്ളതാണ്. കോടതി അതിന് കംപ്ലീറ്റായി വകവെച്ച് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ നിയമ സംവിധാനം. കാരണം അരുണിനെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ അരുൺ കുഴപ്പക്കാരനല്ല എന്ന് അരുൺ ബുദ്ധിമുട്ടി സ്ഥാപിക്കണം. അതിനു മുമ്പ് ഒരു 6 മാസം ഓൾറെഡി അരുൺ ജയിലിൽ കിടന്ന് കാണും. കേരളത്തിലെ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ജയിലിൽ പോയി കിടന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് നമ്മളെ പിടിക്കാൻ വരുന്നത്. ഒന്നാമത് അതിന് പല്ലും നഖമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്ര വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ ചില ഫോൾട്ടുകളുണ്ടാവും, ഇല്ലാതെ പറ്റില്ല. ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഗർഷോം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. പ്രവാസിയായിട്ടുള്ളൊരു മനുഷ്യൻ കേരളത്തിൽ വന്നിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ്. അയാളുടെ ക്രൈസിസിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ മുരളിയുടെ കഥാപാത്രം ഗൾഫിൽ പോയിട്ട് കുറച്ച് പൈസയായിട്ട് വരും, നാട്ടിലെന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അയാളൊരു ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങുന്നു. ഹാർഡ്വെയർ ഷോപ്പിൻ്റെ കണക്കും കാര്യമെല്ലാം കൃത്യമായിട്ട്, വിറ്റതിൻ്റെയും വരവിൻ്റെ ചിലവെല്ലാം രേഖയെല്ലാം വളരെ കൃത്യമാക്കി അയാൾ ഫയൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അയാളുടെ ഓഡിറ്റർമാർ പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ല ഇത് ഫയൽ ചെയ്യേണ്ടത്, ഇത് ഫയൽ ചെയ്യുന്നതിൽ രീതികളുണ്ട്, എല്ലാം ഒന്നും അങ്ങനെ കൃത്യമായിട്ടല്ല രേഖപ്പെടുത്തേണ്ടത്, അതിനൊരു രീതിയുണ്ട്, ആ രീതിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഇയാൾ അതിനൊന്നും വഴങ്ങില്ല. ബട്ട് ഫൈനലി ഇയാളുടെ ബിസിനസ് പൊളിഞ്ഞു പോകണം ചെയ്യുക. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നതിന്, റിയൽ എസ്റ്റേറ്റ് കച്ചവടം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏർപ്പാടുകൾ ചെയ്യുന്നതിനെല്ലാം ചില ലാക്കുകളുണ്ട്. അതിൽ നിയമത്തിൻ്റെ സമ്പൂർണ്ണത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. നിയമം അത്രയും സങ്കീർണമാണ്. ആ സങ്കീർണമായ നിയമം എന്ന് വെച്ചാൽ പൂർണ്ണമായും അതിനോട് മാച്ച് ആയിക്കൊണ്ട് ബിസിനസ് ചെയ്യുക സാധ്യമല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയല്ല, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പിടിക്കാനായിട്ടൊരു ഏജൻസി വന്നാൽ, ED വന്നാൽ, IT വന്നാൽ നിങ്ങളെ പിടിക്കാൻ പറ്റും, എന്തെങ്കിലും ഉണ്ടാവും. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുക. നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങളുടെ ഗുഡ് പ്രൊഫൈൽ ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുക. ജയിലിൽ പിടിച്ചിടും. നീ പുറം ലോകം കാണില്ല. ഇവർ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അങ്ങനെ ജയിലിൽ കിടന്ന് എത്ര പേരുണ്ട്. ഇപ്പോൾ CJ റോയ് അരുണെ മരിച്ചുപോയി എന്നതുകൊണ്ട് നമുക്കൊരു ഞെട്ടലുണ്ടായി. അയാൾ വിസിബിളായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാൾ കേരളത്തിന് പ്രത്യേകമായി നമുക്ക് ഞെട്ടലുണ്ടാകാൻ കാര്യം, കേരളത്തിൻ്റെ ഈ പറഞ്ഞ ദാനധർമ്മങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന മനുഷ്യൻ, പ്രളയകാലത്ത് കോടിക്കണക്കിന് രൂപ കേരളത്തിന് ഫണ്ട് തന്ന ഒരാൾ, സിനിമ നിർമ്മിച്ച ആൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ റിയാലിറ്റി ഷോകളിലൂടെ പരിചയപ്പെട്ട ആൾ, ആ നിലയ്ക്ക് നമുക്കൊരു ഞെട്ടലുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഏജൻസികൾ ജീവൻ നശിപ്പിച്ച ആളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജീവിതം നശിപ്പിച്ച് കളഞ്ഞ എത്ര മനുഷ്യന്മാർ ഇന്ത്യയിലുണ്ട്, എത്ര പേരെ ഇല്ലാതാക്കി, എത്ര പേര് ജയിലിൽ കിടക്കുന്നുണ്ട്, എത്ര പേരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്, ഏജൻസി രാജ് എന്ന് പറയുന്ന പരിപാടി ഇന്ത്യയിൽ ഗുരുതരമാംവിധം കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ആളുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ ഒന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കാം. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ ആലോചിച്ച് നോക്കണം. സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ മുഴുവൻ പുറത്തുവിട്ടത്. അതിൽ പറയുന്നുണ്ട്, തെറ്റായ മരുന്നുണ്ടാക്കിയതിൻ്റെ പേരിൽ ED റെയ്ഡ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ
വ്യാജം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നോംസ് പാലിക്കാതെ മരുന്നുണ്ടാക്കിയതിൻ്റെ പേരിൽ അടച്ചുപൂട്ടാൻ കഴിയുന്ന കമ്പനികൾ ഈ നിയമലംഘനത്തിൻ്റെ പേരിൽ ആ കമ്പനികൾക്കെതിരെ പരിശോധന നടക്കുന്നു. പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെ ആ കമ്പനികൾ BJPക്ക് വൻതോതിൽ ഫണ്ട് കൊടുക്കുന്നു. ആ കമ്പനികൾക്കെതിരെയുള്ള എല്ലാ തുടർ നടപടികളും ഇല്ലാതാകുന്നു. ഗുരുതരമായ മലിനീകരണത്തിൻ്റെ പേരിൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശിക്കപ്പെട്ട കമ്പനികൾ അടച്ചുപൂട്ടാതെ പ്രവർത്തിക്കുന്നു. അവയെല്ലാം പൈസ കൊടുത്തതിന് തെളിവ് പുറത്തു വരുന്നു. ഇപ്പോൾ ഡൽഹിയിലെ മദ്യനയ അഴിമതി കഥ അറിയാം. ഒരാൾ എങ്ങനെയാണ് അക്യൂട്ട് ചെയ്യപ്പെട്ടതെന്ന് അറിയാം. അയാൾ പൈസ കൊടുക്കുന്നു, അയാൾ ഒഴിവായി പോകുന്നു. ഈ പണി ഒന്നുകിൽ നിങ്ങൾക്ക് പൈസ കൊടുക്കാം സർക്കാരിന്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്ക് പൈസ കൊടുക്കാം, അല്ലാതെ ഒഴിയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് BJPയുടെ ഫ്രണ്ട്സ് ആയിരുന്നു നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം, അംബാനി, അദാനി, അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ. അതല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. നേരത്തെ പറഞ്ഞില്ലേ, ബോംബെ വിമാനത്താവളം GVK എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കയ്യിലായിരുന്നു. ആ ഗ്രൂപ്പിനെ നിരന്തരം അങ്ങോട്ട് റെയ്ഡ് ചെയ്ത് അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചു. നിവൃത്തിയില്ലാതെ വന്നു. ആ ഓപ്ഷൻ എന്തായിരുന്നു അറിയോ? ഈ ഒഴിവാകാൻ ഈ ഷെയർ മുഴുവൻ നിങ്ങൾക്ക് അദാനിക്ക് കൊടുക്കാം. ഇപ്പോൾ ആരാ ഓപ്പറേറ്റ് ചെയ്യുന്ന അറിയോ? അദാനിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദാനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ ആദ്യം അവിടെ ഈ EDയും എൻഫോഴ്സ്മെൻറ്റിൻ്റെ IT കയറുന്നിറങ്ങും. നിവൃത്തിയില്ലാതാവും. നിങ്ങൾ എന്ത് ചെയ്യും? ഷെയർ ആർക്ക് കൊടുക്കും? പറഞ്ഞ ആർക്ക് കൊടുക്കണം? ഈ പണി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രക്തസാക്ഷിയാണ് റോയ് എന്ന് വിചാരിക്കാൻ നമ്മുടെ മുമ്പിൽ ന്യായങ്ങളുണ്ട്. കാരണം എന്താണ്? കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്, വിശ്വാസ്യതയില്ലാത്ത ഏജൻസിയാണ്, പിടിച്ചുകൊണ്ടുപോയ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കുമെതിരെ കുറ്റം തെളിയിക്കാൻ കഴിയാത്ത ഏജൻസിയാണ്. 90% എബോവാണ് ഇവർ ചെയ്തിട്ടുള്ള കേസുകൾക്ക് വ്യാജം എന്ന് പറയുന്ന സംഗതി. 5% താഴെയാണ് ഇവർ ചെയ്തിട്ടുള്ള ഈ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരെ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതെങ്ങനെയാണ് വളരെ ബിസിനസ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അതിജീവിക്കാനുള്ള പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ദുരന്ത സാക്ഷിയായിട്ട് ഈ കേസിനെ എടുക്കണം. ഇനി പെർട്ടിക്കുലർലി അല്ലെങ്കിൽ സ്പെസിഫിക് ആയി അതിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ള ആ ദിവസങ്ങളിൽ അവിടെ നടന്നത് എന്താണെന്ന് പറയും കാര്യം ഇൻവെസ്റ്റിഗേഷനിലൂടെ വരണം. അവിടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണ്. കുറച്ച് അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കാം. വേറെ എവിടെയെങ്കിലും അത് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് എവിടെ എത്തും നോക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും ED അതിൻ്റെ പണി നിർത്തും, IT അതിൻ്റെ പണി നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഉപകരണമാണത്. അതതിൻ്റെ പണി തുടരും. അപ്പോൾ ഏജൻസിയെ നമ്മൾ നശിപ്പിച്ചാൽ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഏജൻസിയെ നശിപ്പിച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ ആ ഏജൻസി തന്നെയും അതിൻ്റെ പണി എടുത്തു തുടങ്ങും. ഇവിടെ BJPക്ക് താല്പര്യം, അരുണിൻ്റെ വീട്ടിൽ വരുന്നു. അരുണിൻ്റെ വീട്ടിൽ BJPക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. അപ്പോൾ അവർക്ക് താല്പര്യം വരും, അരുണിനോട് ഞാൻ കാശ് വാങ്ങിക്കാം എന്ന നിലയെത്തും. അങ്ങനെ പല നിലയ്ക്ക് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസി കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളുടെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് സാധാരണ നിലയ്ക്ക് അതിനെ എടുക്കാൻ പറ്റുക. ബാക്കി അന്വേഷണത്തിൽ പുറത്തു വരട്ടെ ഞാൻ പറയും.